ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും വളരെ വിനയത്തോടെ സ്നേഹത്തോടെ പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം 9 മാർച്ച് 2026, ഈ മാസത്തെ 9-ാമത്തെ ദിവസം, തിങ്കളാഴ്ച, ഈ വർഷത്തെ 68-ാമത്തെ ദിവസം. ഇന്ന് ചിന്താവിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ആരാധന എന്താണ്, ആരാധന എന്ത് ആണ്. ആരാധന ക്രൈസ്തവ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. വിശുദ്ധ തൃത്വത്തെയാണല്ലോ നാം ആരാധിക്കുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇവരാണ് വിശുദ്ധ തൃത്വം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിൽ നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-74 നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. പാപ മാലിന്യങ്ങൾ അകറ്റി ശുദ്ധമായ ഹൃദയത്തോടെ വേണം ദൈവത്തെ ആരാധിക്കേണ്ടത്. ദാവീദ് രചിച്ച 9-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. 103-ാം സങ്കീർത്തനത്തിന്റെ തുടക്കത്തിൽ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്നിങ്ങനെ പാടി സ്തുതിക്കുന്നു. സങ്കീർത്തനങ്ങളെല്ലാം തന്നെ പ്രകാരമുള്ള ആരാധനാ കീർത്തനങ്ങളാണ്. സങ്കീർത്തനം സമാപിക്കുന്നത് തന്നെ ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന് നമുക്ക് എവർക്കും അറിയാം. ഓർത്തഡോക്സ് ആരാധനയെ 6 കാലമായി തിരിച്ചിരിക്കുന്നു. കൂദോസ്, ഈതോ, എൽദോ, കൊത്തനെ, കെംത, പെന്തക്കോസ്തി, സ്ലീവ എന്നിവയാണ് അവ. നമ്മുടെ ആരാധനാ മുകുടമായി 7 ഉദാശകളാണുള്ളത്. മാമോദീസ, മൂറോൻ, കുംഭസാരം, വിശുദ്ധ കുർബാന, പട്ടത്വം, വിവാഹം, രോഗികൾക്കുള്ള തൈലാഭിഷേകം എന്നിവയാണ്. കുദാശകളുടെ കുദാശ എന്ന് വിളിക്കുന്നത് ജീവനുള്ള ബലി എന്നറിയപ്പെടുന്ന കുർബാനയാണ്. വിശുദ്ധ കുർബാന നമ്മുടെ കർത്താവ് മാനവകുലത്തിന്റെ പാപപരിഹാരാർത്ഥം കാൽവറിയിൽ നടന്ന തിരുബലിയുടെ ഓർമ്മയാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. യേശു മർക്കോസിന്റെ സഖ്യോൻ മാളികയിൽ വെച്ച് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 19-20 വാക്യങ്ങൾ പിന്നെ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അതുകൊണ്ടും തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവർക്ക് പാനപാത്രവും കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു എന്ന് കൽപ്പിക്കുകയും ചെയ്തു. വിശുദ്ധ കുർബാന നാം പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ് അനുഭവിക്കുന്നത്. കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, മൂക്കുകൊണ്ട് ശ്വസിക്കുന്നു, നാവ് കൊണ്ട് രുചിക്കുന്നു, ത്വക്കുകൊണ്ട് സ്പർശിക്കുന്നു. കുർബാന കേവലം കാണാനോ കേൾക്കാനോ മാത്രമുള്ളതല്ല, അനുഭവിക്കുവാനുള്ളതാണ്. ജീവനുള്ളവരും ആത്മാക്കളും എല്ലാം ഇതിൽ പങ്കാളികളാകുന്നു. കുർബാനയിൽ നാം അച്ചടക്കത്തോടും ഭംഗിയോടും മണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും ദൈവ ഭയത്തോടും കൂടി വേണം സംബന്ധിക്കേണ്ടത്. കുർബാന ക്രമം നോക്കി പ്രതിവാക്യം ശ്രദ്ധയോടെ നാം ചൊല്ലേണ്ടതുണ്ട്. വിശുദ്ധ എവൻഗേലിയോൻ വായിക്കുമ്പോഴും ഖാസ, പീലാസ എന്നിവ കൊണ്ട് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് വരുമ്പോഴും കൈകൾ കൂപ്പി വേണം നിൽക്കാൻ. ഞാനത് ഒരിക്കൽ കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ എവൻഗേലിയോൻ വായിക്കുമ്പോഴും ഖാസായും പീലാസായും കൊണ്ട് പടിഞ്ഞാറോട്ട് തിരിഞ്ഞു വരുമ്പോഴും കൈകൾ കൂപ്പി വേണം നാം നിൽക്കുവാൻ. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ആരാധനയിൽ ഭക്തിപൂർവ്വം സംബന്ധിച്ചവരാണ്. പരിശുദ്ധ പരിമല തിരുമേനിയും പരിശുദ്ധ വടശ്ശേരി തിരുമേനിയും എല്ലാം ആരാധനയെ തികഞ്ഞ ഭക്തിയോടെയാണ് നയിച്ചിരുന്നത്. ദൈവം ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഉപകാരങ്ങളും ഓർത്ത് നന്ദിയോടെ ആരാധനയിൽ പങ്കെടുക്കണം. സങ്കീർത്തനക്കാരൻ പറയുന്നു, സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവീൻ, കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യുവീൻ. സങ്കീർത്തനം 147:7 ഇത് പറയുന്നത്. നമ്മുടെ ആരാധനയെ ശക്തിപ്പെടുത്തുന്നത് തിരുവചനത്തിലുള്ള നമ്മുടെ തീക്ഷ്ണതയാണ് എന്ന് നാം മറക്കരുത്. ഇന്ന് അനേകം പേർ വിദേശത്തിലേക്ക് ചേക്കേറുകയാണല്ലോ. എന്നാൽ നമ്മുടെ വിശ്വാസവും ആരാധനയും പരമാവധി കാത്തു സൂക്ഷിക്കുവാൻ യത്നിക്കണം. പ്രവാസിയായി കഴിയേണ്ടി വന്ന നെഹമ്യാവിന്റെ ചരിത്രം നമുക്ക് സുപരിചിതമാണല്ലോ. രാജാവിന്റെ പാനപാത്രവാഹകൻ എന്ന പദവിയിൽ എത്തിയപ്പോൾ
തകർന്ന് കിടന്ന യെരൂശലേം ദേവാലയത്തിന്റെ മതിൽ പണിയുവാൻ കാണിച്ച ഉത്സാഹവും താല്പര്യവും നമുക്ക് മാതൃകയാക്കണം. പുതുതലമുറ ഇന്ന് ആരാധനയിൽ ആത്മാർത്ഥതയോടെ പങ്കെടുക്കാറുണ്ടോ എന്ന് ആലോചിക്കണം. ട്യൂഷന്റെ പുറകെ ഞായറാഴ്ച പോലും നെട്ടോട്ടം ഓടുന്ന കുട്ടികൾ ഏതെങ്കിലുമൊക്കെ സമയത്തായിരിക്കും ആരാധനയിൽ പങ്കെടുക്കുന്നത്. അത് ഒരിക്കലും നല്ലതല്ല. ആരാധനയിൽ ആദ്യ അവസാനം പങ്കെടുക്കുവാൻ നാം ശീലിക്കണം. നമ്മുടെ അലസതയും ഗൗരവക്കുറവും കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആരാധന കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുവാൻ കഴിയും. മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കാൻ നാം എത്രമാത്രം സമയമാണ് ചെലവഴിക്കുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് എൻ്റെ ആത്മബലത്തിന് ആവശ്യമാണെന്ന ബോധ്യത്തോടെ ആരാധനയിൽ പങ്കെടുക്കുന്ന ഒരാളിന് അത് ടൈം പാഴാക്കുകയാണ് എന്ന് ഒരിക്കലും മനസ്സിൽ ചിന്ത വരികയില്ല. ദൈവമുമ്പാകെയുള്ള മനുഷ്യന്റെ സമർപ്പണമാണ് ആരാധന എന്ന് നമുക്ക് എവർക്കും അറിയാം. അങ്ങ് സർവശക്തനാണ്, ഞാൻ ബലഹീനനാണ്, അങ്ങയുടെ കൃപ എനിക്ക് ആവശ്യമാണ് എന്ന് സമ്മതിക്കുകയാണ്. കരുതുന്നവനും കരുതൽ അനുഭവിക്കുന്നവനും ഒരുമിച്ച് ചേർന്ന് സ്നേഹം പങ്കിടുന്നതാണ് യഥാർത്ഥ ആരാധന. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നും ആവർത്തന പുസ്തകത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആരാധന സ്വർഗത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നു, ഭൂമിയെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു എന്നും പറയാം. ആരാധനാ ഗീതങ്ങൾ വിശ്വാസത്തിന്റെ ദൈവാശ്രയത്തിന്റെയും വ്യാഖ്യാനങ്ങളാണ്. സഭയുടെ സത്യവിശ്വാസ സംരക്ഷണവും സംവേദനങ്ങളും ആവശ്യമായി വന്നപ്പോൾ സഭാപിതാക്കന്മാർ ഉപയോഗിച്ച ഒരു മാധ്യമമാണ് സുറിയാനി സംഗീതം. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അനേക നാളത്തെ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും വിചിന്തനത്തിനും ശേഷം ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ എഴുതിയ ആരാധനാക്രമം ഇന്നും ആത്മീയ ശക്തി പകരുന്നു. ദൈവ സാന്നിധ്യം അനുഭവപ്പെടുന്നു. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ എന്നാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമർക്കെഴുതിയ ലേഖനം 12:1 പറയുന്നത്. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും ആരാധനയിൽ ആത്മീയ ശക്തി നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയുവാനുള്ളതായ ഒരു കാര്യമെന്ന് പറയുന്നത്, നോമ്പിന്റെ ഈ ദിവസം നാം ഓരോരുത്തരും നമ്മളെ തന്നെ തിരുത്തി മുമ്പോട്ട് വരുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. വലിയ നോമ്പിന്റെ 23-ാമത്തെ ദിവസമായ ഇന്ന് നാം അതിന് ഒരു തീരുമാനം എടുക്കുന്നത് വളരെ നന്നായിരിക്കും. 2 ദിവസം കൂടെ കഴിയുമ്പോൾ പാതി നോമ്പ് വരികയാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. നാം ഇതേവരെ നമ്മളെ തന്നെ ചേഞ്ച് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ഇനിയുള്ള സമയം ഒട്ടും പാഴാക്കാതെ നമ്മളെ തന്നെ തിരുത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് നമ്മുടെ നിത്യ ജീവനിൽ ഒരു അവകാശിയാക്കുവാൻ നമ്മളെ അനുഗ്രഹിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.